ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനും അതുപോലെ തന്നെ നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനും, സർജറി കഴിഞ്ഞിട്ട് ചെയ്യുന്ന റീഹാബിലിറ്റേഷനും അതുപോലെ തന്നെ സർജറി ഒഴിവാക്കേണ്ട ആളുകൾക്ക് ചെയ്യേണ്ട റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്. നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞു തന്നതാണ്. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ ആളുകൾക്കുള്ള റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോളും അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്. നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ ഫസ്റ്റ് കോളം അതാണ്, സെക്കൻഡ് കോളം പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ ആണ്. ഇവിടെ നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ ആദ്യമായിട്ട് മോസ്റ്റ്ലി, അതായത് ചോസൺ ബൈ ഓൾഡർ ആൻഡ് ലെസ് ആക്റ്റീവ് ഇൻഡിവിജ്വൽസ്, അതായത് ഇത് കൂടുതലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രായം കൂടുതലുള്ള ആളുകളിലും അതുപോലെ തന്നെ ലൈഫിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ഇൻഡിവിജ്വൽസും മാത്രമാണ് നമുക്ക് ഇത് സജസ്റ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ലൈഫിൽ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ വലിയൊരു ഗോൾസ് ഒന്നും ആവശ്യമില്ല, വലിയൊരു ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യേണ്ട, സ്പോർട്സ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൈ എനർജി ആക്ടിവിറ്റീസ് ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഈ പറഞ്ഞ പ്രോട്ടോകോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതുവരെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ചെറിയൊരു ACL സ്പ്രെയിൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ലിഗമെന്റ് ടിയർ അല്ലെങ്കിൽ പാർഷ്യൽ ലിഗമെന്റ് ടിയർ, അത് ഏത് തന്നെ ആയാലും സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, മെനിസ്കസിലും മുട്ടിലും മറ്റു വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് നോൺ സർജിക്കൽ പ്രോട്ടോകോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം. എന്നാൽ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷന്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ ഇത് കൂടുതലും ചൂസ് ചെയ്യുന്നത് യങ്ങർ ഇൻഡിവിജ്വൽസ് ആണ്, ദോസ് ഹു വാണ്ട് ടു മെയിൻറ്റെയിൻ പ്രീ ഇഞ്ചുറി ആക്ടിവിറ്റി ലെവൽ. അതായത് ഇഞ്ചുറിക്ക് മുമ്പുണ്ടായ ആക്ടിവിറ്റി ലെവൽ തന്നെ അവർക്ക് ഇനി അങ്ങോട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിലും കൂടുതലായിട്ട് അവർക്ക് പെർഫോം ചെയ്യണം, സ്പോർട്സ് അത്ലറ്റിക് പെർഫോമൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ തന്നെയാണ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ സർജറി ചെയ്യാനാണ്. ഇങ്ങനെ സർജറി വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടും, ഈ നോൺ സർജിക്കലും പോസ്റ്റ് സർജിക്കലും കൂടാതെ നമ്മൾ പ്രീ സർജിക്കൽ റീഹാബിലിറ്റേഷൻ കൂടി അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അടുത്തത് നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനെ പറ്റി പറയുമ്പോൾ ഏർലി തെറാപ്പി അല്ലെങ്കിൽ ബ്രേസിംഗ്, ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ്. ഇവർക്ക് ഈ മൂന്ന് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഏർലി തെറാപ്പി, ഏർലി റീഹാബിലിറ്റേഷൻ തെറാപ്പിയാണ്. അപ്പോൾ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇഞ്ചുറി കൂടാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കണം. അതുപോലെ തന്നെ ബ്രേസിംഗ് നിർദ്ദേശിച്ച നീ ബ്രേസ് ആണ്. അപ്പോൾ ഈ നീ ബ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് റേഞ്ച് ഓഫ് മോഷൻ ബ്രേസ് ആണ്. അപ്പോൾ ഈ ഓരോ റേഞ്ചിലും മുട്ടിനെ ലോക്ക് ചെയ്ത് നിർത്തിക്കൊണ്ട് കൺട്രോൾഡ് ആയിട്ട് അവിടെ ഹീലിംഗിനുള്ള ചാൻസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നോൺ സർജിക്കൽ പ്രോട്ടോകോൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, അവിടെ ലിഗമെന്റ് ഹീലിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? അതെ, സ്കാറിംഗ് വഴി അല്ലെ. അതായത് ലിഗമെന്റ് പോലെ ഒരു ടിഷ്യൂ ഫോമായി സ്കാറിംഗ് നടക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കുള്ള ലിഗമെന്റ് അല്ല, എന്നാൽ ആ ഒരു സ്കാറിംഗ് എന്നുള്ള പ്രോസസ്സിനെ നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രോട്ടോകോൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവിടെ അടുത്തത് എടുത്തു പറയേണ്ട കാര്യമാണ് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ്. അതായത് ഈ ഒരു ഇഞ്ചുറി ഉള്ള ആളുകൾക്ക് നമ്മൾ സർജറി ഒഴിവാക്കേണ്ട ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് കുറേയധികം ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ചെയ്യണം. അവർ ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് കൂടുതലാണ് അവർക്ക് സർജറി ചെയ്ത ആളുകളെ സംബന്ധിച്ചിട്ട്. കാരണം പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ ലിമിറ്റഡ് ബ്രേസിംഗ് ആണ്. അതായത് ഒരു കാലയളവ് വരെ മാത്രം നമ്മൾ ഈ നീ ബ്രേസ് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നോ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ്. എന്തുകൊണ്ടാണ് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് വേണ്ട എന്ന് പറയാൻ കാരണം, കുറച്ച് കാലയളവ് വരെ മതി അവർക്ക്, അത് ടെമ്പററി ആണ്. അതിനുശേഷം അവർക്ക് റിട്ടേൺ ടു നോർമൽ ലൈഫാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഏർലി ബ്രേസിംഗും ലിമിറ്റഡ് ബ്രേസിംഗും, അതായത് നമുക്ക് നോൺ സർജിക്കൽ റീഹാബ് ചെയ്യുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേസ് വേണം എന്നല്ല അതിന്റെ അർത്ഥം. കുറെ കാലയളവ് കൂടി കൂടുതൽ ബ്രേസ് ഇടേണ്ടി വരാം. ഉദാഹരണത്തിന് നമ്മൾ പല റേഞ്ച് ഓഫ് മോഷനിൽ ഈ ബ്രേസ് ലോക്ക് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുക. കാരണം ഓരോ റേഞ്ചിലും ലിഗമെന്റിന് ഈ കൂടുതൽ മൂവ്മെന്റ് വരാതിരിക്കാനും അവിടെ ഹീലിംഗിനെ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയാണ്. ഇതിന് പറയുന്നതാണ് ഒരു ക്രോസ് ബ്രേസിംഗ് പ്രോട്ടോകോൾ എന്ന് പറയും. വളരെ സക്സസ് റേറ്റിലൊന്നും പോകുന്ന പ്രോട്ടോകോൾ അല്ല ഇത്. അതാണ് അതിന്റെ ട്രൂ ഹാർട്ടിലുള്ള അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുക. കാരണം അതിന് കുറേയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഇത് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുക, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് പോകുള്ളൂ. ഓക്കെ, അടുത്തത് നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് തന്നെ പോകുമ്പോൾ മാക്സിമം ചാൻസസ് ഓഫ് സെക്കൻഡറി കോംപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ നോൺ സർജിക്കൽ കോംപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോ അടുത്തത് വീണ്ടും നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് പോകുമ്പോൾ മാക്സിമം ചാൻസ് ഓഫ് സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ഓർ ഇഞ്ചുറി. ഇവിടെ ഈ നോൺ സർജിക്കൽ റീഹാബ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇഞ്ചുറി ഉണ്ടാവാനും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ACL ലിഗമെന്റ് ആണ് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആ ഒരു ലിഗമെന്റ് മാത്രമായിരിക്കും ഒരുപക്ഷെ
MRI റിപ്പോർട്ടിൽ ഇഞ്ചുറി ഉണ്ടതായിട്ട് കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മളിവിടെ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഞാൻ അതിനെ പേഴ്സണലി അപ്രോച്ച് ചെയ്യുന്നത് ഒരിക്കലും ഈ ലിഗമെന്റിൽ മാത്രമുള്ള ഇഞ്ചുറി ആയിട്ടല്ല. ഐസൊലേറ്റഡ് ആയിട്ട് ലിഗമെന്റ് ഇഞ്ചുറി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകളോടാണ് അത് പറയാനുള്ളത്. കാരണം അവർക്ക് എന്തൊക്കെ ഉണ്ടാവും, മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലേ. അതുപോലെ തന്നെ ഇവിടെ അബ്നോർമൽ മൂവ്മെന്റ് ആണല്ലോ സംഭവിച്ചിരിക്കുന്നത്. മുട്ടിൽ അബ്നോർമൽ മൂവ്മെന്റ് ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ ലിഗമെന്റ് ഐദർ വലിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പകുതി കീറിയിരിക്കുന്നത്, അല്ലെങ്കിൽ മുഴുവനായിട്ട് പൊട്ടിപ്പോയിരിക്കുന്നത് അല്ലെ. അപ്പൊ അബ്നോർമൽ മൂവ്മെന്റ് സംഭവിച്ചതുകൊണ്ട് തന്നെ അവിടെ സെക്കൻഡറി ആയിട്ട് ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൽ അത് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും. ഇല്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? എല്ലാ MRI റിപ്പോർട്ടിലും അത് MRI സ്കാനിങ്ങിലും അത് റിപ്പോർട്ടിലും നമുക്ക് അങ്ങനെ തന്നെ അത് ഐഡന്റിഫൈ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഈ ഇഞ്ചുറി ഉള്ള സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ വീണ്ടും എക്സസൈസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. പിന്നെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിനിമം ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ, അതായത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം അവിടെ ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് പോയിട്ട് മുട്ടിനകത്തേക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടൊന്നും പോകാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷന്റെ കോസ് നമുക്ക് അവിടെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മിനിമം ചാൻസ് ഓഫ് സെക്കൻഡറി കോംപ്ലിക്കേഷൻ ആണ്. അതായത് സെക്കൻഡറി കോംപ്ലിക്കേഷന്റെ ചാൻസ് ഇവിടെ മിനിമം ആണ്. അതായത് നമ്മൾ നോൺ സർജിക്കലിന്റെ കേസിൽ അത് മാക്സിമം ആയിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ അത് മിനിമം ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ആർത്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും, ക്യാമറ മുട്ടിലേക്ക് ഇറക്കുന്ന സമയത്ത് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അതനുസരിച്ചുള്ള മാനേജ്മെന്റ് സർജറിയുടെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ. ഇനി ഇവിടെ പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇൻഫെക്ഷന്റെ ചാൻസ് കൂടുതലാണ്. കാരണം സർജിക്കൽ ടെക്നിക്ക് ആണല്ലോ ചെയ്തിരിക്കുന്നത്. അവിടെ വൂണ്ടുണ്ട്, അതുപോലെ സർജിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ ഇംപ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള ചാൻസും അവിടെയുണ്ട്. ഇനി വീണ്ടും നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുൾ നീ റേഞ്ച് ഓഫ് മോഷൻ അച്ചീവ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് ആദ്യമുള്ള പെയിനും സ്വെല്ലിംഗ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് തന്നെ മുട്ടിനെ മടക്കി നിവർക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അത് ഈസി ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനെ പറ്റി പറയുമ്പോൾ, സർജറി കഴിഞ്ഞിട്ടുള്ള റീഹാബിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഫുൾ നീ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിനും സർജിക്കൽ പ്രൊസീജിയേഴ്സും അനുസരിച്ച് മാത്രമേ നമുക്ക് ഇംപ്രൂവ് എടുക്കാൻ പറ്റുള്ളൂ. അത് ഗ്രാജുവൽ ആയിട്ട് തന്നെ ഇംപ്രൂവ് എടുക്കേണ്ട ഒന്നാണ്. കാരണം അവിടെ പെയിൻ സിവിയർ ആയിട്ടുണ്ടാവും. പിന്നെ സർജിക്കൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ അവിടെ കൺട്രാക്ചർ ഒക്കെ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഓക്കെ. ഇനി വെയിറ്റ് ബെയറിംഗിലേക്ക് നടക്കുമ്പോൾ, അപ്പം നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഇയർലി വെയിറ്റ് ബെയറിംഗ് ആണ്. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇഞ്ചുറി വെച്ചിട്ട് തന്നെ നമുക്ക് കഴിയുന്ന നേരത്തെ തന്നെ വെയിറ്റ് കൊടുത്ത് നടക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഡിലേഡ് വെയിറ്റ് ബെയറിംഗ് ആണ്, ഡിപ്പെൻഡ്സ് ഓൺ ദ സർജിക്കൽ ടെക്നിക്. മെനിസ്കസിന്റെ ടെക്നിക്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ, സർജിക്കൽ ടെക്നിക്സ് ഒക്കെ ചെയ്ത ആളുകളാണെങ്കിൽ അവിടെ വെയിറ്റ് ബെയറിംഗ് വീണ്ടും ഡിലേഡ് ആവും. ഓക്കെ. ഇനി പെയിൻ എന്ന് പറയുന്നത് ലൈക്ക് നോൺ സർജിക്കൽ റീഹാബ് പ്രോട്ടോകോളിൽ പെയിൻ അക്യൂട്ട് ഫേസിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ നമുക്ക് ഇനീഷ്യൽ കുറച്ച് ദിവസം മാത്രമേ അതും പറയാൻ പറ്റുള്ളൂ. കാരണം രണ്ടും അക്യൂട്ട് ഫേസ് എന്ന് വേണേൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ എന്നുള്ളത് നമുക്ക് കൺട്രോളബിൾ ആണ് രണ്ട് കേസിലും. ആദ്യത്തെ കേസിൽ നമുക്ക് അധികം മെഡിസിൻസ് ഒന്നും കഴിക്കാതെ തന്നെ നമുക്ക് പെയിനെ കുറച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ രണ്ടാമത്തെ കേസിൽ കുറച്ച് മെഡിസിൻസ് ഒക്കെ ആവശ്യം വരാം പെയിനെ കുറയ്ക്കാൻ. ഓക്കെ. കാരണം സിവിയർ പെയിൻ ആയിരിക്കും. കാരണം ഇവിടെ പെയിൻ ഉണ്ടാകുന്നത്, ആദ്യത്തെ കേസിൽ പെയിൻ ഉണ്ടാകുന്നത് ലിഗമെന്റ് ഇഞ്ചുറി കൊണ്ട് മാത്രമാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ പെയിൻ ലിഗമെന്റ് ഇഞ്ചുറിയുടെ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മസിൽസിൽ കൂടി നമ്മൾ ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ മസിൽസിനൊക്കെ റിട്രാക്ട് ചെയ്തിട്ട് ഇറക്കുമ്പോൾ അവിടെ ഓപ്പൺ ചെയ്യും, അങ്ങനെ അതിന്റെ പെയിൻ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ബോണിലേക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ബോണിൽ എല്ലിൽ കിഴുത്തുകളിടും, അല്ലെങ്കിൽ ഹോൾ ഇടും, ഡ്രിൽ ചെയ്യും. അപ്പൊ ഇതിന്റെയൊക്കെ പെയിൻ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ പെയിൻ കുറച്ച് കൂടുതലായിരിക്കും. ബട്ട് രണ്ടും തന്നെ അക്യൂട്ട് ഫേസിലുള്ള പെയിൻ ആയിരിക്കും. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെയുള്ള കുറച്ച് നാളത്തെ 2, 3, 4, 5 ദിവസം മാക്സിമം പോയി കഴിഞ്ഞാൽ 3, 4 ദിവസമേ പെയിൻ ഉണ്ടാവുള്ളൂ. പക്ഷെ മറ്റേ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് നമുക്കൊന്ന് പെയിൻ ഉണ്ടാവും, മുട്ട് മടക്കുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുന്ന അനുസരിച്ചിട്ട്. പക്ഷെ രണ്ടും അക്യൂട്ട് ഫേസിൽ തന്നെ മാറുന്നതാണ്. ഓക്കെ. ഇനി നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും ലെസ് ചാൻസ് ഓഫ് നീ കൺട്രാക്ചേഴ്സ്, മുട്ടിൽ ടൈറ്റ്നസ് കൺട്രാക്ചർ ഫോം ചെയ്യാനുള്ള ചാൻസ് കുറവാണ് പ്രോപ്പറായിട്ട് റീഹാബ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ. ഓക്കെ. ഇവിടെ രണ്ടാമത്തെ പോസ്റ്റ് സർജറി കേസിൽ കൂടുതൽ ചാൻസ് ഉണ്ട് കൺട്രാക്ചർ ഫോം ചെയ്യാൻ. കാരണം പെയിൻ കൂടുതലായതുകൊണ്ടും നീര് കൂടുതലായതുകൊണ്ടും സർജറിയുടെ ഭയം ഉള്ളതുകൊണ്ടും മുട്ട അനക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മുട്ടയിൽ സംഭവിക്കുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ടും റേഞ്ച് ഓഫ് മോഷൻ കുറവായിരിക്കും. അതുകൊണ്ട് മുട്ട ആളുകൾ അധികം മടക്കാറില്ല. അപ്പോൾ കൺട്രാക്ചർ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോൺ സർജിക്കലിൽ കൺട്രാക്ചറിനുള്ള ചാൻസ് കുറവാണ്, പോസ്റ്റ് സർജിക്കലിൽ കൺട്രാക്ചർ ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് പോകുമ്പോൾ പാർട്ടിസിപ്പന്റ് ഷുഡ് മീറ്റ് ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ. അതായത് ഓൺലി സർട്ടൻ പീപ്പിൾ വിൽ ബി ബെനിഫിറ്റഡ് ഫ്രം ദ പ്രോട്ടോകോൾ. കാരണം കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ പ്രോട്ടോകോൾ കൊണ്ട് യൂസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ കാര്യം പറയുമ്പോൾ സർജറി കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഇതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ അല്ല.
അത് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. ഇനി അടുത്തത് വീണ്ടും നോൺ സർജിക്കലിലേക്ക് വരുമ്പോഴത്തേക്കിന് ഫിയർ ഓഫ് നീ ഗീവ് അവേ, അതായത് മുട്ട് തെന്നി മാറുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവും ഈ നോൺ സർജിക്കൽ. കാരണം ആൾക്കാർക്ക് അറിയാം, ഒന്ന് ഇത് തെന്നി മാറിയിട്ടാണല്ലോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേടി എപ്പോഴും ഉള്ളിലുണ്ടാവും. മുട്ടിൽ ഇഞ്ചുറി ഉണ്ട്, ലിഗമെന്റ് പൊട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് മുട്ട് തെന്നി മാറാം, എപ്പോൾ വേണമെങ്കിലും തെന്നി മാറാം എന്നുള്ളൊരു പേടി അവിടെ ഉണ്ടാവും. എന്നാൽ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ വരുമ്പോഴത്തേക്കിന് അവിടെയുള്ള പേടി എന്താണ്? ഫിയർ ഓഫ് റീ ഇഞ്ചുറി, അല്ലെ വീണ്ടും ഇഞ്ചുറി സംഭവിക്കുമോ, ഗ്രാഫ്റ്റ് പൊട്ടിപ്പോകുമോ, ഇതാണ് പേടി. രണ്ടിലും പേടി ഉണ്ടാവും അല്ലെ. അത് കോൺഫിഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പേടിയെ നമുക്ക് ഒരു പരിധി വരെ മാറ്റി നിർത്താൻ സാധിക്കും. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്തതിൽ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വരണം, മുട്ടിന് സ്ട്രെങ്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. എങ്ങനെ മനസ്സിലാവും? ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓരോ എക്സസൈസ് ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്തിട്ട് നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും, ഇത് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. അടുത്തത് നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് വരുമ്പോൾ വീണ്ടും ഉള്ളതാണ് ലെസ് മസിൽ വേസ്റ്റിംഗ്. ലെസ് മസിൽ വേസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ വേസ്റ്റിംഗ് അറിയാലോ എന്താണ്, ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മസിൽ വേസ്റ്റിംഗ് കുറവായിരിക്കും. എന്നാൽ പോസ്റ്റ് സർജിക്കലിനകത്ത് അങ്ങനെയല്ല, മസിൽ വേസ്റ്റിംഗ് കൂടുതലായിരിക്കും. മസിൽ വേസ്റ്റിംഗ് നമ്മൾ വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്, സർജിക്കൽ പ്രൊസീജിയർ കൊണ്ടും കുറെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറി ഉള്ളതുകൊണ്ടും ഈ ഒരു പ്രശ്നം അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെ നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് വീണ്ടും വരുമ്പോൾ നോ സെൻസേഷൻ ഓർ നംനെസ് ഇഷ്യൂ. ഇവിടെ സെൻസേഷൻ റിലേറ്റഡ് ആയിട്ടും നംനെസ് മരവിപ്പ് വരുന്നതായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ കുറവാണ്. എന്നാൽ അപ്പുറത്തേക്ക് വരുമ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയ ചെറിയ നംനെസ്സും അതുപോലെ തന്നെ സെൻസേഷൻ ഇഷ്യൂസും വരും. പക്ഷെ അത് ഡിസപ്പിയേഴ്സ് ഗ്രാജുവലി, ഓരോ ടൈം അനുസരിച്ച് ഗ്രാജുവലി കുറയുന്നത് തന്നെ ആയിരിക്കും. പക്ഷെ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ 1 year വരെ ആയിട്ടും ചെറിയ ചെറിയ മരവിപ്പും സെൻസേഷൻ ഡിഫറൻസും ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഡിഫറൻസസ് അവിടെയുണ്ട്. ഇനി നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റേഞ്ച് ഓഫ് മോഷൻ ബ്രേസ് സ്ട്രിക്ട്ലി ആവശ്യമാണ്. കാരണം റേഞ്ച് ഓഫ് മോഷൻ ബ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇടുന്ന നീ ബ്രേസ് അല്ല, നീ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഓരോ ആംഗിളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ബ്രേസ് ആണ്. ഇവിടെ നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ നമുക്കത് മസ്റ്റ് ആണ്. എങ്കിൽ മാത്രമേ അത് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളും അതിന്റെ ഹീലിംഗും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ക്രോസ് ബ്രേസിംഗ് പ്രോട്ടോക്കോളിലേക്ക് പോകുമ്പോൾ അവിടെ നീ റേഞ്ച് ഓഫ് മോഷൻ ബ്രേസ് വളരെ അത്യാവശ്യമാണ്. എന്നാൽ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷന് ഇതൊരു ഓപ്ഷണലാണ്. അതായത് റേഞ്ച് ഓഫ് മോഷൻ നീ ബ്രേസ് ആർ ഓപ്ഷണൽ. ആവശ്യമുണ്ടെങ്കിൽ ഇത് മേടിക്കാം. കൂടുതലായിട്ട് നമ്മൾ അതിന്റെ ബെനിഫിറ്റ് പറയും. അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ സർജറി കഴിഞ്ഞാൽ എല്ലാവർക്കും നീ റേഞ്ച് ഓഫ് മോഷൻ ബ്രേസ് വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഉണ്ടെങ്കിലും നന്നായിരിക്കും. നീ റേഞ്ച് ഓഫ് മോഷൻ ബ്രേസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷന്റെ കാര്യം പറയുമ്പോൾ ഫാസ്റ്റർ ലെവൽ ഓഫ് റിട്ടേൺ ടു ആക്ടിവിറ്റി. കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ഈ ആക്ടിവിറ്റിയിലേക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കുമല്ല, നമ്മുടെ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയയിൽ പെടുന്ന ആളുകൾക്ക് മാത്രം കേട്ടോ. അടുത്തത് റിട്ടേൺ ടു ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ പ്രോഗ്രഷൻ ഓഫ് റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ. ഈ സർജറി കഴിഞ്ഞുള്ള പ്രോട്ടോകോളിൽ റിട്ടേൺ ടു ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അടുത്ത നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ വരുമ്പോഴത്തേക്കിന് അക്യൂട്ട് അപ് ടു 3 months, അതായത് ഇഞ്ചുറി ഉണ്ടായി 3 monthsന് ഉള്ളിൽ ആ ഒരു ടൈം പീരീഡിൽ തന്നെ ആ മാക്സിമം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോട്ടോകോളിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരുപക്ഷെ 3 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ 3 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3 months ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവിടെ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ അതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. കാരണം അവിടെ സർജറി തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഈ നോൺ സർജിക്കൽ പ്രോട്ടോകോൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്ന് പറയും. അടുത്തത് വീണ്ടും നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ വരുമ്പോൾ ഷുഡ് ഓൾവേസ് വറി അബൌട്ട് മെനിസ്കൽ സിംറ്റംസ് അല്ലെ. അപ്പോൾ ഇഞ്ചുറി ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും മെനിസ്കസിൽ സിംറ്റംസ് കൂടുമോ എന്നൊരു പേടി ഉണ്ടാവും. എന്നാൽ പോസ്റ്റ് സർജിക്കലിന്റെ കേസിൽ അതില്ല. കാരണം അവർക്ക് പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഹീലിംഗ്, മെനിസ്കസ് ഹീൽ ആവാനായിട്ടുള്ള മെനിസ്കൽ റിപ്പയറോ മെനിസ്കൽ പൊസിഷനിങ്ങോ മെനിസ്കൽ ബാലൻസിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് അവർ മെനിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മെനിസ്കസ് ഇഞ്ചുറി ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള ഒരു പേടി ഉണ്ടാവുമെന്നുള്ളൊരു പേടി അത് കുറവായിരിക്കും. എന്നാൽ ഇവിടെ പ്രിക്കോഷൻസ് എടുക്കണം. കാരണം റീഹാബ് പ്രോട്ടോകോളിൽ മെനിസ്കസും കൂടെ സർജറി ചെയ്ത ആളുകൾക്ക് കുറേയധികം ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ കേസിൽ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ ഇസ് നീഡഡ്. അതായത് എന്താണ് കൺസൾട്ടേഷൻ അവിടെ ആവശ്യമുള്ള? നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ തന്നെ നിങ്ങൾ ചെയ്യണം. സർജറി വേണ്ടാന്ന് വിചാരിക്കുന്ന ആളുകൾ, ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിട്ട് സർജറി വേണ്ടാന്ന് വിചാരിക്കുന്ന ആളുകൾ നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ഉള്ള കാര്യങ്ങൾ തന്നെ വേണം പാലിക്കാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അബ്നോർമൽ മൂവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും, കോംപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ മുട്ട് മടക്കാനും നിവർത്താനും വരെ ബുദ്ധിമുട്ട് വരും. ആ ഒരു സ്റ്റേജിൽ ഒരു 10 മിനിറ്റ് കൂടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോഴായിരിക്കും നിങ്ങൾ സർജറിയെ പറ്റി ചിന്തിക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് മെനിസ്കസിൽ സിവിയർ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടാവും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടിലെ തേയ്മാനം പോലുള്ള പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനും നിങ്ങൾ ആക്ഷൻ എടുത്തിരിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, ഇനി പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ വരുമ്പോഴത്തേക്കിന് നമുക്ക് പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ തന്നെ മസ്റ്റ് ആണ് കേട്ടോ. സർജറി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ചെയ്തേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക്
റിട്ടേൺ ടു പ്രീ ഇഞ്ചുറി ലെവൽ, അതായത് ഇഞ്ചുറിക്ക് മുമ്പുള്ള ലെവൽ എന്താണോ ആ ലെവലിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ അത് ആ ഒരു സ്റ്റേജിലേക്ക് വരണമെങ്കിൽ ഈ പ്രോട്ടോകോൾ കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ കേസിൽ വീണ്ടും ഒരു പ്രോട്ടോകോൾ മതി. എന്നാൽ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ കേസിൽ ബേസിക് വേണം, അഡ്വാൻസ്ഡ് വേണം, സ്പോർട്സിലേക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്പോർട്സ് പ്രോട്ടോകോൾ കംപ്ലീറ്റ് ചെയ്യണം. വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇനി നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത്, അതുപോലെ തന്നെ ന്യൂറോമസ്കുലർ കൺട്രോൾ, കോർഡിനേഷൻ, ബാലൻസ്, സ്പീഡ്, ലോഡിംഗ്, സ്പോർട്സ് ആക്ടിവിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അതനുസരിച്ചുള്ള ട്രെയിനിങ്, ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ആവശ്യമുള്ള ട്രെയിനിങ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ. എന്നാൽ പോസ്റ്റ് സർജിക്കലിലേക്ക് വരുമ്പോഴത്തേക്കിന് മെയിനായിട്ട് പെയിൻ കുറയ്ക്കാൻ, സ്വെല്ലിംഗ് കുറയ്ക്കാൻ, അതുപോലെ തന്നെ വൂണ്ട് കെയർ ഉണ്ട്, സ്റ്റിച്ച് റിമൂവലിനുള്ള കെയർ ഉണ്ട്, പിന്നെ റീ ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ബാക്കി ഞാൻ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്ട്രെങ്ത്, ന്യൂറോമസ്കുലർ കൺട്രോൾ, കോർഡിനേഷൻ, സ്പീഡ് ആൻഡ് ലോഡിംഗ്, സ്പോർട്സ്, ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നോൺ സർജിക്കലിന് അതിന്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്, എന്നാൽ പോസ്റ്റ് സർജിക്കലിനും അതിന്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. സർജറി മസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് സർജറിക്ക് മുമ്പുള്ള പ്രീ സർജിക്കൽ അഡ്വൈസും എടുക്കണം, അതുപോലെ സർജറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് സർജിക്കൽ അഡ്വൈസും എടുക്കണം, പോസ്റ്റ് സർജിക്കൽ റിഹാബ് പ്രോട്ടോകോളും എടുക്കണം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് പ്രീ ഇഞ്ചുറി ലെവലിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സർജറി വേണ്ടാത്ത ആളുകൾക്കാണ്, നോൺ സർജിക്കൽ ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് സജസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അവർ നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിഫറൻസസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഈ ഡിഫറൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ കാണുന്ന കമന്റ് അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കഴിയുന്ന ഓഡിയോ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. കാരണം ഓഡിയോ മെസ്സേജ് കേട്ട് കഴിഞ്ഞതിന് ശേഷം റിപ്ലൈ തരുന്നതായിരിക്കും. റിപ്ലൈ 1-2 ദിവസം വൈകുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കേണ്ട. കാരണം നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും മെസ്സേജ് കൊടുക്കുക, റിപ്ലൈ കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് റിപ്ലൈ നിങ്ങൾക്ക് കിട്ടാൻ വൈകും. അതുകൊണ്ട് ഒരു റിപ്ലൈ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ റിപ്ലൈ അങ്ങനെ തന്നെ ഇട്ടേക്കുക. കാരണം ഒരു 4 to 5 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും ഒന്ന് റിപ്ലൈ ഇടുക. സാധാരണ നമ്മൾ 1 to 3 ഡേയ്സിനുള്ളിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതിലും കുറേയധികം ആളുകൾ വരുന്ന സിറ്റുവേഷനിൽ, മെസ്സേജസ് വരുന്ന സിറ്റുവേഷനിലാണ് ഡിലേ ആവാറ്. അപ്പോൾ എന്തായാലും മറ്റ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും നീട്ടുന്നില്ല. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും ACL തന്നെ ടോപ്പിക്കുമായിട്ട് തന്നെ കാണാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നെക്സ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് സർജറി ഒഴിവാക്കിക്കൊണ്ട് റീഹാബ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്നാലും വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.